ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോൾ. മക്കളെ, നമ്മുടെ ജോഗ്രഫിയിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് അല്ലെങ്കിൽ ടോപ്പിക്സുമായി മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ മക്കളെ? നമ്മുടെ എജുപോർട്ട് ന്യൂ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിന് മുകളിൽ 2 ലിങ്ക് കാണും. അതിലൊരു ലിങ്ക് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്കാണ്. ഓക്കെ, അപ്പോൾ ആ ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്കിൽ കയറി ജസ്റ്റ് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, 1,999 ആണ് നമ്മൾ ഈടാക്കുന്നത്. എന്നിട്ട് പിന്നെ ഓക്കെ അഡ്മിഷൻ നിങ്ങളെ സീറ്റും പെട്ടെന്ന് ഉറപ്പാക്കുക. ഓക്കെ ആണല്ലോ? ദെൻ മക്കളെ, ഇത്രയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോഗ്രഫിയുടെ ഫുൾ ചാപ്റ്റർ എസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫെബ്രുവരി 1st വീക്ക് ആകുമ്പോഴേക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും റിവിഷൻ ആൻഡ് മോഡൽ എക്സാംസ്, ദെൻ 3 സെറ്റ് ഓഫ് എക്സാംസുകൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് AI ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് വഴിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. മാത്രമല്ല ദെൻ സ്റ്റഡി ഗ്രൂപ്പ് വഴി മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കൂടുതലായിട്ടും ഓരോരുത്തർക്കും പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്താണ് വേണ്ടത്? നമുക്ക് എന്താണ്? ഫുൾ മാർക്കാണ്, A+ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങൾ പെട്ടെന്ന് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇതൊരു പബ്ലിക് എക്സാമിൻ്റെ റിവിഷൻ ബാച്ചും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി വരാൻ പോകുന്ന എക്സാമുകൾ നമുക്ക് അടിപൊളിയാക്കണ്ടേ, സൂപ്പർ ആക്കണമല്ലോ. യെസ്, അപ്പോൾ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ലഭിക്കുമെന്ന് ഉണ്ടാകും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും എന്നറിയാലോ. നമ്മുടെ ആ ലിങ്കിൽ 2 ലിങ്ക് ഉണ്ട്. അതിലൊന്ന് +1 സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇന്നെടുക്കുന്ന നോട്ട്സ് കിട്ടും. അതുപോലെ ഒരു ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ മുന്നോട്ട് പോകണം അത് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ മൈക്രോ ബിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ഓൾ ലൈവ് ലിങ്ക് ഈ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? നമുക്ക് നോക്കാം. ഓക്കെ, എന്നാ ഫസ്റ്റ് ഈ ടോപ്പിക്ക് ശ്രദ്ധിക്കുക. ഗിവ് മീ എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദി ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ ഫോംഡ് ബൈ ദി അലൂവിയൽ ഡെപ്പോസിറ്റ് ബ്രോട്ട് ബൈ ദി റിവർ സ്പെസിഫൈ ഇറ്റ്സ് സബ് ഡിവിഷൻസ്. ഇവിടെ നദികളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്നും അതിൻ്റെ ഉപവിഭാഗങ്ങൾ ഏതാണെന്നും കണ്ടെത്തി അവയെക്കുറിച്ചുള്ള ലഘു വിവരണങ്ങൾ തയ്യാറാക്കുക. ദെൻ നമുക്ക് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ ഫോംഡ് ബൈ അലൂവിയൽ ഡെപ്പോസിറ്റ്. ദ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ആർ എ മേജർ ഫിസിക്കൽ ഡിവിഷൻ ഫോംഡ് ബൈ ദി അലൂവിയൽ ഡെപ്പോസിറ്റ് ബ്രോട്ട് ബൈ ദി റിവേഴ്സ് ഇൻഡസ്, Ganga and Brahmaputra and their tributaries. These plains are very fertile and support dense population and agriculture. ഇവിടെ ഇന്ത്യയിലെ തന്നെ വടക്കൻ സമതലങ്ങൾ അറിയാലോ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ ഉപനദികളും കൊണ്ടുവരുന്ന അലൂവിയൽ നല്ല ഫലപുഷ്ടമായിട്ടുള്ള നിക്ഷേപങ്ങൾ മൂലമാണ് ഇത് രൂപപ്പെട്ടത്. ഇവ അത്യന്തം ഫലപുഷ്ടമായ പ്രദേശങ്ങളാണ് ഏത്? ഉത്തര മഹാസമുദ്രങ്ങളുടെ പ്രദേശങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് സബ് ഡിവിഷൻ നമുക്ക് നോക്കാം. നോർത്ത് പ്ലെയിൻസിന്റെ വടക്കൻ സമതലങ്ങളുടെ ഉപവിഭാഗങ്ങൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ഒന്നെന്താണ്? പഞ്ചാബ് പ്ലെയിൻസ് ആണ്. ഫോംഡ് ബൈ ദി ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഈ പഞ്ചാബ് സമതലങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്തത്? എങ്ങനെയാണ്? ഇൻഡസ് നദിയുടെയും അതിൻ്റെ ഉപനദികളും വഴിയാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് എന്താണ്? ഗംഗ പ്ലെയിൻസ് ആണ്. ഫോംഡ് ബൈ ദ റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. എന്താണ് ഗംഗാ സമതലം? ഗംഗാ നദിയും അതിൻ്റെ ഉപനദികളും രൂപപ്പെടുത്തിയെടുത്തതാണ് ഏത് പറയുന്നത്? ഗംഗാ സമതലം. ദെൻ last one is Brahmaputra plains formed by the river Brahmaputra in Assam. ഇവിടെ എന്താണ്? ബ്രഹ്മപുത്ര സമതലം അസാമിലെ ബ്രഹ്മപുത്ര നദി രൂപപ്പെടുത്തിയ സമതലമാണ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻ്റെ പല ഭാഗങ്ങളും പല സമതലങ്ങളും എന്താണ്? ഹിമാലയൻ റിവേഴ്സിലൂടെ അത് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ. വാട്ട് ഈസ് കരേവാസ് വിച്ച് ഈസ് ദ ഏജന്റ് ഓഫ് ദ
ഡിനൂഡേഷൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫോർ ദി ഫോർമേഷൻ. കരാവസ് എന്ന് അറിയാലോ, എന്നാൽ എന്താണ് അത് രൂപീകരണത്തിന് കാരണമായ അപരദന സഹായി ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതുപോലെ മാത്രം എന്താ 2 മാർക്കിനൊക്കെ ചോദിക്കാം. നോക്കാം. കരാവസ് ദ ഫ്ലാറ്റ് ടോപ്പ് terrace or table-like landforms found in the Kashmir Valley. They are made up with a thick deposit of clay, silt and sand which were deposited in ancient lakes. കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന പരന്ന മുകൾ തട്ടുകളോ മേശ പോലുള്ള ഭൂരൂപങ്ങളോ ആണ് എന്ത് കരേവകൾ എന്ന് പറയുന്നത്. പുരാതന തടാകങ്ങളിൽ നിക്ഷേപിച്ചിരുന്ന കളിമണ്ണ്, ചെളി, മണൽ എന്നിവയുടെ വളരെ കട്ടിയുള്ള നിക്ഷേപങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കരേവകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകം എന്താണ്? ഒഴുകുന്ന വെള്ളമാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഭൂരൂപം ഉണ്ടാകുവാൻ സഹായിക്കുന്ന ഏജന്റ് ഏതാണ്? റണ്ണിങ് വാട്ടർ ആണ്. ദെൻ പ്രത്യേകിച്ച് നദിയിലെ മണ്ണൊലിപ്പും നിക്ഷേപവും അപക്ഷയവും ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് നോക്കൂ, ഡെസിഡസ് ഫോറസ്റ്റ്. It's a very important topic. Very accounting to rainfall amount substantial. ഇവിടെ നോക്കൂ, മഴയുടെ അളവിന് അനുസൃതമായി ഇലപൊഴിയും കാടുകൾക്കും മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കാം. Deciduous forest according to rainfall. Deciduous forests are classified on the basis of the amount of rainfall they receive. These forests shed their leaves during the dry season to conserve moisture. ഇല പൊഴിയുന്ന വനങ്ങൾ ലഭിക്കുന്ന മഴയുടെ അളവിനെ അടിസ്ഥാനമാക്കി വർഗീകരിച്ചിരിക്കുന്നു. വരൾച്ച കാലത്ത് ജലം സംരക്ഷിക്കാൻ ഇവയിലെ വൃക്ഷങ്ങൾ ഇല പൊഴിക്കാറുണ്ട്. Then classification based on rainfall. First one is, നോക്കൂ നിങ്ങൾ, എന്താണ് മഴയുടെ അളവിനനുസരിച്ചുള്ള വർഗീകരണമാണ്. ഒന്ന് നമുക്ക് നോക്കാം. മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. അവിടുത്തെ റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ എത്ര വരുന്നേ? 100 മുതൽ 200 സെന്റിമീറ്റർ ആണല്ലേ. ദെൻ ട്രീസ് റിമൈൻ ഗ്രീൻ ഫോർ എ ലോങ് പീരിയഡ്. ഇവിടുത്തെ ട്രീസ് പറയുകയാണെങ്കിൽ എന്താ, മരങ്ങൾ എപ്പോഴും പച്ചപ്പ് നിറഞ്ഞതാണ്. ഫൗണ്ട് ഇൻ ദി ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് ദി വെസ്റ്റേൺ ഗാട്സ്, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആൻഡ് പാർട്സ് ഓഫ് ഉത്തർപ്രദേശ്. അപ്പൊ ഇത്രയും പ്രദേശങ്ങളിലാണ് നമുക്ക് ഈ ഒരു ഫോറസ്റ്റ് കാണാൻ പറ്റുക. ദെൻ ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, റെയിൻഫാൾ 17 to 100 സെന്റിമീറ്റർ ആണ്. ദ ട്രീസ് ഷുഡ് ലീവ്സ് ഫോർ എ ലോങ്ങർ ഡ്രൈ സീസൺ. ഓക്കെ, ഇവിടെ എന്താ, ദീർഘകാലം ഇല പൊഴിയുന്ന വൃക്ഷങ്ങളാണ്. ഫൗണ്ട് സെൻട്രൽ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. അപ്പൊ ഈ പ്രദേശങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ടൈപ്പ് ഫോറസ്റ്റ് കാണപ്പെടുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ശ്രദ്ധിക്കൂ. വിച്ച് ആർ ദ മേജർ ബയോ റിസർവ് ഇൻ ഇന്ത്യ റിക്കഗ്നൈസ്ഡ് ടു ബി ദി യുനെസ്കോ. യുനെസ്കോ അംഗീകാരം നൽകിയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാന ജൈവമണ്ഡല സംരക്ഷണ മേഖലകൾ ഏതൊക്കെയാണ്? ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പൊ എന്താണ് നോക്കാം. എന്താണ് ബയോസ്ഫിയർ റിസർവുകൾ? ജൈവവൈവിധ്യം സംരക്ഷിക്കുക, ഓക്കെ, സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണവും വിദ്യാഭ്യാസവും പിന്തുണക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സംരക്ഷിച്ചിരിക്കുന്ന വിശാല പ്രദേശങ്ങളെയാണ് എന്ത് ഇത് പറയുന്നത്. ഇന്ത്യയിലെ ചില ബയോസ്ഫിയർ റിസർവുകൾ യുനെസ്കോയുടെ മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പരിപാടിയിൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, 2 മാർക്കിന് അത്യാവശ്യം 2 3 ഒന്ന് എഴുതി കൊടുക്കുക. നോക്ക്, നമുക്ക് ഫസ്റ്റ് എന്താണ്, നീലഗിരി അല്ലേ. നീലഗിരി തമിഴ്നാടു, കേരള, കർണാടക ആ ഒരു റീജിയനിലൂടെയാണ് പോകുന്നത്. ദെൻ നന്ദാദേവി, ദെൻ സുന്ദർബൻസ് ഒക്കെ എന്താണ് യുനെസ്കോ അംഗീകരിച്ചിട്ട്. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. അറിയാവുന്ന പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കുക കേട്ടോ. ഓക്കെ, ഗ്രേറ്റ് നിക്കോബാർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗസ്ത്യമലൈ അറിയാലോ, കേരള തമിഴ്നാട് ബോർഡറിലുള്ള അഗസ്ത്യമലയൊക്കെ അതെന്താണ് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളവയാണ്. ഗൾഫ് ഓഫ് മാനർ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഓരോന്നും നോക്കാം. നെക്സ്റ്റ് നോക്കാം. List the factors controlling the distribution of temperature. താപനിലയുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് നോക്കാം.
അതിലൊന്നാണ് ഏത്? ലാറ്റിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ്, ഡിസ്റ്റൻസ് ഫ്രം ദി സീ. എന്താണ് ആൾട്ടിറ്റ്യൂഡ്? അക്ഷാംശം. ടെമ്പറേച്ചർ ഡിക്രീസ് ഫ്രം ദി ഇക്വേറ്റർ ടു ദി പോൾസ്. ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കും? താപനില കുറയുന്നുണ്ട്. ദെൻ മറ്റൊരു ആൾട്ടിറ്റ്യൂഡ് ആണ്, ഉയരമാണ്. എന്താണ്? ടെമ്പറേച്ചർ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. എന്താണ്? ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. Then distance from the sea. Coastal areas have moderate temperature while interior areas have extreme temperature. ഇവിടെ കടലിൽ നിന്നുള്ള അകലം നോക്കുകയാണെങ്കിൽ തീരപ്രദേശങ്ങളിൽ താപനില മിതമായിരിക്കും, ഉൾപ്രദേശങ്ങളിൽ എന്തായിരിക്കും? അതി രൂക്ഷമായിരിക്കും. ദെൻ ഓഷൻ കറൻസ് ആണ് നെക്സ്റ്റ്. ഓക്കെ, സമുദ്ര പ്രവാഹങ്ങൾ. The warm currents rise and cold currents lower the temperature of coastal area. അപ്പോൾ ചൂടുള്ള പ്രവാഹങ്ങളെ താപനിലയെ ഉയർത്തുകയും തണുത്ത പ്രവാഹങ്ങൾ അത് കുറയ്ക്കാനും അത് സഹായിക്കുന്നുണ്ട്. ദെൻ മറ്റെന്താണ്? വിൻഡ്സ് ആണ് അല്ലെ. വിൻഡ് ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം വൺ റീജിയൻ ടു അനദർ. കാറ്റുകൾ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ചൂട് കൈമാറ്റം ചെയ്യുന്നുണ്ട്. ദെൻ റിലീഫ് ആണ് അല്ലെ. സൺ ഫേസിംഗ് സ്ലോപ്സ് ആർ വാമർ ദി ഷെയ്ഡ്സ് സ്ലോപ്സ്. ഇവിടെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ചെരിവ് നോക്കുകയാണെങ്കിൽ സൂര്യനെ നേരിട്ടുന്ന ചെരിവുകൾ എന്താവും? കൂടുതൽ ചൂടേറിയതായിരിക്കും. എന്നാൽ സൂര്യനിൽ നിന്നും അകന്നു നിൽക്കുന്ന പ്രദേശങ്ങൾ എന്തായിരിക്കും? ചൂട് കുറവ്. ഫോർ എക്സാമ്പിൾ ഇക്വേറ്റർ റീജിയൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഏരിയയാണത് ഇക്വേറ്റർ റീജിയന്. എന്നാൽ പോളാർ റീജിയനിലാണെങ്കിലോ സൂര്യപ്രകാശം എങ്ങനെയാ? ഒരു ചെരിഞ്ഞാണ് അവിടെ പതിക്കുന്നത്. അപ്പോൾ ചൂട് കൂടുതൽ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ITCZ. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നോക്കാം. ഇത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ആണ്. ഇറ്റ് ഈസ് എ ലോ പ്രഷർ ബെൽറ്റ് ഫൗണ്ട് നിയർ ദി ഇക്വേറ്റർ where the northeast trade wind of the northern hemisphere and the southwest trade winds of the southern hemisphere converge. This convergence was a strong upward movement of air leading to cold good formation and heavy rainfall. This ITCZ shift northward and southward with the obvious movement of the sun. ഇവിടെ ITCZ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ പറയുകയാണെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഒരു കുറഞ്ഞ മർദ്ദ മേഖലയാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ഉത്തരാർദ്ധഗോളത്തിൽ നോക്കുമ്പോൾ വടക്കു കിഴക്കൻ വ്യാപാര കാറ്റുകളും തെക്കാർദ്ധഗോളത്തിൽ നോക്കുമ്പോൾ എന്താവും? തെക്കു കിഴക്കൻ വ്യാപാര കാറ്റുകളും തമ്മിൽ സംഗമിക്കുന്ന ഒരു ഏരിയയാണ്. സമാഗമം വായുവിന്റെ ശക്തമായ ഉയർച്ചയ്ക്ക് ഇത് കാരണമാവുകയും മേഘനിർമ്മാണവും ശക്തമായ മഴയും ഇത് ഉണ്ടാക്കുകയും ചെയ്യുന്നു. സൂര്യന്റെ പ്രത്യേക സ്ഥാനത്തോടൊപ്പം ITCZ വടക്കും തെക്കുമായിട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് 2 മാർക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. നോക്കാം. ഡിഫൈൻ എയർ മാസ് ഫ്രോൺസ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ് എയർ മാസ്? അറിയാലോ. എന്താണ്? വായു മാസ് എന്നത് താപനില, മർദ്ദം, ഈർപ്പം എന്നിവയിൽ ഏകീകൃത സ്വഭാവമുള്ള വിശാലമായ ഒരു വായു സമാഹാരമാണ്. ഇത് രൂപപ്പെടുന്ന പ്രദേശത്തിന്റെ കാലാവസ്ഥയെ ഇത് ബാധിക്കാറുണ്ട്. അപ്പൊ ഫ്രോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വ്യത്യസ്ത താപനിലയും സാന്ദ്രതയും ഉള്ള 2 വായുകൾ, ഒന്നെങ്കിൽ കോൾഡ് വിൻഡാകും, മറ്റൊന്ന് എന്താകും? ഹോട്ടോ വിൻഡുമാകാം. തമ്മിലുള്ള അതിർത്തി അല്ലെ, 2 കൂടെ സംഗമിക്കുന്ന അതിർത്തി പ്രദേശമാണ് എന്ത് പറയുന്നത്? ഫ്രോണ്ട് എന്ന് പറയുന്നത്. ഫ്രോണ്ടുകളിലൂടെയാണ് മഴ, മേഘവരണം, കൊടുങ്കാറ്റ് തുടങ്ങിയ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകാറുള്ളത്. അപ്പൊ ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നോക്കണം കേട്ടോ. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആൻഡ് specific humidity is a very important topic. Okay, എന്താണ് absolute humidity എന്ന് പറഞ്ഞാൽ? refers to the actual amount of water vapor present in a given volume of air, then expressed in grams per cubic meter, and change of the temperature and volume of air
സോ ഇറ്റ് ലെസ് റിലയബിൾ ഫോർ കമ്പാരിസൺ. ഇവിടെ ഒരു നിശ്ചിത വായു വോളിയത്തിലുള്ള യഥാർത്ഥ ജലബാഷ്പത്തിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇത് ഒന്നെങ്കിൽ ഗ്രാമിലോ അല്ലെങ്കിൽ ക്യൂബിക് മീറ്ററിലോ ആണ് ഇത് അളക്കാറുള്ളത്. ദെൻ താപനിലയും വായുവിന്റെ വോളിയവും മാറുമ്പോൾ ഇത് മാറുന്നതിനാൽ താരതമ്യത്തിന് അത്ര വിശ്വാസയോഗ്യം അല്ല. നെക്സ്റ്റ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണ് refers to the amount of water vapor present per unit mass of air. It is expressed in grams per kilogram. Okay, and remains almost constant depth changes in the temperature and pressure, making it more reliable. ഇവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്നത് ഒരു കിലോഗ്രാം അല്ലെ, ഒരു കിലോഗ്രാം വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്നെങ്കിൽ ഗ്രാമിലോ അല്ലെങ്കിൽ കിലോഗ്രാമിലോ നമുക്ക് ഇത് അളക്കാൻ പറ്റും. ദെൻ താപനിലയും മർദ്ദത്തിലും വരുന്ന മാറ്റങ്ങൾക്ക് ഇതിനെ അധികമായി ബാധിക്കില്ല. അതിനാൽ ഇത് കൂടുതൽ വിശ്വാസയോഗ്യമാണ്. മറ്റെന്തല്ല അത്ര വിശ്വാസയോഗ്യമല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നമുക്കറിയാലോ കാപ്പൻസ് ഓർ കോപ്പൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Common schemes of climatic classification is used to the letter symbol BSH and CS. കണ്ടല്ലോ, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, കൂടെ സ്മോൾ ലെറ്റർ ഉണ്ട് കേട്ടോ. റെപ്രസെന്റ് ദ ടു ഇമ്പോർട്ടൻറ്റ് ക്ലൈമറ്റ് ടൈപ്പ്. What do they indicate? Mention their climatic characteristics. കോപ്പന്റെ കാലാവസ്ഥാ വർഗീകരണത്തിൽ BSH, CES എന്നീ സൂചികകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയുടെ കാലാവസ്ഥ വിശേഷതകൾ സൂചിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദെൻ കാപ്പന്റെ കാലാവസ്ഥ പറയുന്ന പദ്ധതിയിൽ താപനിലയിലും മഴയും അടിസ്ഥാനമാക്കി വ്യത്യസ്ത കാലാവസ്ഥ സൂചികകൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ BSH എന്താ സൂചിപ്പിക്കുന്നത്? കാലാവസ്ഥ ചൂടുള്ള അർദ്ധവരണ്ട അല്ലെങ്കിൽ സ്റ്റെപ്പി ക്ലൈമറ്റ് ആണ് അല്ലെ. എന്താണ് BSH എന്നാൽ സ്റ്റെപ്പി ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ ഹോട്ട് സെമി ഹെഡ് ക്ലൈമറ്റ് ആണ്. ദെൻ ഇവിടെ നമ്മൾ B എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡ്രൈ ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ വരണ്ട കാലാവസ്ഥയാണ്. ദെൻ S എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്റ്റെപ്പി ആണ് അല്ലെ, സ്റ്റെപ്പി ആണ്, അർദ്ധ വരണ്ട. ദെൻ H എന്താണ്? Hന്റെ ഹോട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ എന്തുണ്ട് മനസ്സിലാക്കുക? H ഹോട്ട് മീൻസ് ആനുവൽ ടെമ്പറേച്ചർ എബവ് 18 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? BSH എന്ത് ക്ലൈമറ്റ് ആണ് വരുന്നത്? സ്റ്റെപ്പി ക്ലൈമറ്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മഴ വളരെ കുറവും ക്രമാതീതവുമാണ്. ഏകദേശം ഇവിടെ എത്ര മഴ പെയ്യുന്നുണ്ട്? 25 to 50 സെന്റിമീറ്ററിലാണ്. വർഷം ഉയർന്ന താപനില ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ചെറു പുല്ലുകളും കുറ്റിച്ചെടികളും അടങ്ങിയ സസ്യവർഗം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മരുഭൂമികളുടെ അതിരുകളിലാണിത് കൂടുതലായിട്ടും കാണാം. ഫോർ എക്സാമ്പിൾ രാജസ്ഥാൻ ഒക്കെ കേട്ടോ. ദെൻ ഇനി നമുക്ക് CS നോക്കാം. ഓക്കെ, C ക്യാപിറ്റൽ, S സ്മോൾ ലെറ്റർ ആണ്. CS ക്ലൈമറ്റ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. C ക്യാപിറ്റൽ, S സ്മോൾ, ഏതാണ്? മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ്. ഓക്കെ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ഇവിടെ C എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? വാം ടെമ്പറേച്ചർ ക്ലൈമറ്റ് ആണ് അല്ലെ, മിതോഷ്ണ കാലാവസ്ഥയാണ്. S എന്താണ്? ഡ്രൈ സമ്മർ സീസൺ ആണ്, വേനൽ വരൾച്ച അവസ്ഥയാണ് കേട്ടോ. നോക്കാം. അപ്പൊ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്താണ്? CS-ന്റെ വേനൽക്കാലം ചൂടും വരണ്ടതുമായിരിക്കും. ശീതകാലം മിതമായതും മഴയോടെ
ആയിരിക്കും. മഴ പ്രധാനമായും ശീതകാലത്താണ് ലഭിക്കുന്നത്. ദെൻ സുഖകരമായ ഒരു മിതമായ ഒരു ക്ലൈമറ്റ് ആവും നമുക്ക് അനുഭവപ്പെടുക. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ കാലിഫോർണിയ, മധ്യ ചിലി എന്നിവിടങ്ങളിലാണ് ഈ ഒരു ക്ലൈമറ്റ് സ്വാഭാവികമായിട്ടും കണ്ട് വരാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ക്യാപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ക്യാപിറ്റൽ ലെറ്റേഴ്സും അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് തന്നെ വരണം എന്നില്ല. അതിൽ പലതും എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒരിക്കലും ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. ദെൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.